ഞാൻ ഷഹല. നമ്മളെ ജീപ്പിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കണമെന്ന് എല്ലാവരും ചോദിക്കും. നമ്മൾ ഫസ്റ്റ് സോളാർ വെച്ചിട്ടുണ്ട്. സോളാർ വെച്ചിട്ട് സോളാറുമെന്ന് ബാറ്ററി കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സോളാറ് മുകളിലാണ്, എന്നിട്ട് പിന്നെ താഴേക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ബാറ്ററി ഉണ്ട്, ഇൻവെർട്ടറും ഉണ്ട്. പിന്നെ കിടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രെയിം അടിച്ചിട്ട് ഫ്രെയിമുമ്മേ മരം അടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷീറ്റൊക്കെ എടുത്തിട്ട് പ്ലൈവുഡ് അടിച്ചിരിക്കുകയാണ്. ഫ്രെയിം ചെയ്തിട്ട് പ്ലൈവുഡ് അടിച്ചിട്ടാണ് അതുമേലാണ് കിടത്തം. പിന്നെ ഗ്യാസ് കാര്യങ്ങളൊക്കെ ചെറിയ ഐറ്റംസാണ്. നിങ്ങൾ ഗ്യാസിൻ്റെത് ഒരു 5 കിലോ വരെയൊക്കെ പോവും. പിന്നെ മിക്സി ഉണ്ട്. മിക്സി സോളാറുമ്പോൾ പോവും, ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് അതുമ്പോൾ മിക്സി പോവും. പിന്നെ ചോപ്പർ സാലഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുക്കറും ഉണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ മുതൽ മുടക്കിലൊന്നുമല്ല. ഒരു ബോക്സ് വെച്ചിട്ട് സ്റ്റോറേജൊക്കെ അതിലാണ്. വെള്ളം കാര്യങ്ങൾ മൊത്തം സ്റ്റോറേജ് ചെയ്യണത് അതിലാണ്. പിന്നെ ഫാനുണ്ട്. ഫാന് സോളാറുമ്മലാണ്. രാത്രി ഞാൻ കിടത്തം വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് സോളാറ് വെച്ചതും ഫാനും വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാതും ക്ലോസ് ചെയ്തിട്ടും കിടക്കുന്ന സമയത്ത് എന്നിട്ട് പെട്രോൾ പമ്പിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് നമ്മൾ കിടക്കലാണ്. അപ്പോൾ അത്ര സുരക്ഷിതത്വം ഉള്ളിടത്തേ കിടക്കുള്ളൂ കേട്ടോ, അല്ലാതെ എല്ലായിടത്തും അല്ല. ചെറിയ രീതിയിൽ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ സേഫ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഫുഡൊക്കെ മിക്കവാറും പാകം ചെയ്യലാണ്. അപ്പോൾ അതിനുള്ള ചെറിയ 5 കിലോ വരെ പോവും. അങ്ങനെ മൊത്തത്തിൽ ഇതാണ് ജീപ്പിൻ്റെ മാറ്റം.